പല വിദ്യാർത്ഥികളും സ്ഥിരം പറയുന്ന ഒരു കാര്യമാണ്, പരീക്ഷ അടുക്കുന്നു, പഠിച്ചത് ഓർക്കുന്നില്ല, ആകെ ടെൻഷനാണ്. പരീക്ഷാ ദിവസങ്ങൾ അടുക്കും തോറും ചില കുട്ടികൾക്ക് ഭയം കൂടും. പല വിദ്യാർത്ഥികൾക്കും ഈ സമയമാകുമ്പോഴേക്കും ടെൻഷനും വിഷമവും പേടിയുമൊക്കെ ഉണ്ടാകും. പരീക്ഷയുടെ കാര്യത്തിൽ മാത്രമല്ല, ജീവിതത്തിൽ പലതിനെയും ഭയത്തോടെ കാണുന്ന കുട്ടികളുണ്ട്. ഇരുട്ടിനെയും ഏകാന്തതയെയും പൊതുവേദികളെയും ഒക്കെ പേടിക്കുന്നവർ. ചില സാഹചര്യങ്ങളാകാം അവരെ ഇങ്ങനെ ഭയമുള്ളവരാക്കി തീർത്തത്. എന്താണ് ഇതിൻ്റെ കാരണമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതിന് പരിഹാരം വേണ്ടേ? ചിലർ കുട്ടികളെയും കൂട്ടി മനഃശാസ്ത്രജ്ഞരുടെ അടുത്ത് പോകും, അവർക്ക് കൗൺസിലിംഗ് നൽകുന്നു. വിശ്വാസികളായ ആളുകൾ മക്കളുടെ പേടി മാറ്റാൻ പ്രാർത്ഥനയും നേർച്ചകളും നേരും. എന്നാൽ ഒരു കാര്യം ഓർക്കണം, അതിൻ്റെ പേരിൽ നിങ്ങളുടെ കുട്ടികൾ ചൂഷണം ചെയ്യപ്പെടരുത്. തിരുവനന്തപുരം കണ്ണമൂലയിലെ ഒരു 14-കാരിക്ക് സംഭവിച്ച ദുരനുഭവം എല്ലാവർക്കും ഒരു പാഠമാകേണ്ടതാണ്. ബാധ ഒഴിപ്പിക്കാനെന്ന വ്യാജേന കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്ത 2 കേസുകളിലാണ് കോടതി പ്രതികൾക്ക് ശിക്ഷ വിധിച്ചത്. കണ്ണമൂലയിലെയും പുനലൂരിലെയും പോക്സോ കേസ് വിധികളാണ് പോലീസ് പട്രോൾ ആദ്യം പരിശോധിക്കുന്നത്. സ്വാഗതം. മലയാളികൾ പൊതുവെ വലിയ വിശ്വാസികളാണല്ലേ. ജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായാൽ പരിഹാരം തേടി പോകുന്നത് പള്ളികളിലേക്കും ക്ഷേത്രങ്ങളിലുമൊക്കെ ആയിരിക്കും. എന്നാൽ നമ്മുടെ വിശ്വാസത്തെ മുതലെടുക്കുന്ന ആത്മീയാചാര്യന്മാരെ സൂക്ഷിക്കണം. തിരുവനന്തപുരം കണ്ണമൂലയിൽ 9ാം ക്ലാസ്സുകാരിയെ പീഡിപ്പിച്ച ക്ഷേത്ര പൂജാരിയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. 2019 പരീക്ഷാ പേടി ഉണ്ടായിരുന്ന 14-കാരിക്ക് ബാധയേറ്റിട്ടുണ്ടെന്നും അത് ഒഴിപ്പിക്കണമെന്നും പറഞ്ഞ് പറവൂർ സ്വദേശി ബിനീഷ് കുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്തത്. ഇങ്ങനെ ആത്മീയതയുടെ മറവിൽ വൃത്തികേട് കാട്ടുന്നവരെ വെറുതെ വിടാൻ കഴിയുമോ? കേസിൽ പൂജാരിക്ക് കോടതി ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നു. പ്രതി 2 ലക്ഷം രൂപ പിഴ അടയ്ക്കണമെന്നും വിവിധ വകുപ്പുകളിലായി മരണം വരെ കഠിന തടവ് ശിക്ഷ അനുഭവിക്കണമെന്നുമാണ് ഉത്തരവ്. കേസിനാസ്പദമായ സംഭവം. പരീക്ഷാപ്പേടി ഉണ്ടായിരുന്ന 9ാം ക്ലാസ്സുകാരിയെ മാതാവ് പൂജാരിയുടെ അടുക്കൽ എത്തിക്കുകയായിരുന്നു. കുട്ടിക്ക് ബാധയേറ്റിട്ടുണ്ടെന്നും ഒഴിപ്പിക്കുന്നതിനായി പ്രത്യേക പൂജ ആവശ്യമാണെന്നും മാതാവിനെ പൂജാരി പറഞ്ഞു വിശ്വസിപ്പിച്ചു. തുടർന്ന് കുട്ടിയെ ക്ഷേത്രത്തിനോടനുബന്ധിച്ചുള്ള പൂജാമുറിക്കുള്ളിൽ കൂട്ടിക്കൊണ്ടുപോയി ജനനേന്ദ്രിയത്തിനുള്ളിൽ മരപ്പാവകളും നാണയത്തുട്ടുകളും ഇരുമ്പാണികളും കയറ്റിയതായാണ് കേസ്. തുടർന്നും പരീക്ഷാപ്പേടി മാറാത്തതിനാൽ മാതാവ് അടുത്തുള്ള ഒരു മെന്റൽ എയ്ഡ് ക്യാമ്പിൽ കൊണ്ടുപോയപ്പോഴാണ് അവിടുത്തെ ഡോക്ടറോട് കുട്ടി പീഡനവിവരം വെളിപ്പെടുത്തിയത്. ഡോക്ടർ വിവരമറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തിരുവല്ലം പോലീസ് കേസെടുക്കുകയും കുട്ടിയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു. തൈക്കാട് ആശുപത്രിയിൽ നടത്തിയ വൈദ്യപരിശോധനയിൽ കുട്ടി നേരിട്ട ക്രൂരതയുടെ മുറിപ്പാടുകൾ കണ്ടെത്തിയിരുന്നു. ഇത് കേസിൽ നിർണായക തെളിവായി. പ്രതി എറണാകുളം പറവൂർ മൂത്തകുന്ന് സ്വദേശി 45-കാരൻ ബിനീഷിനെ ഇരട്ട ജീവപര്യന്തത്തിനും 2 ലക്ഷം രൂപ പിഴയടയ്ക്കാനുമാണ് കോടതി ശിക്ഷിച്ചത്. തിരുവനന്തപുരം പോക്സോ ജില്ലാ ജഡ്ജി MP ഷിബുവാണ് വിവിധ വകുപ്പുകളിലായി ശിക്ഷ വിധിച്ചത്. പ്രതി ബിനീഷിന്റെ പൂജാമുറിയിൽ നിന്നും പോലീസ് വ്യത്യസ്ത രൂപത്തിലുള്ള തടിപ്പാവകൾ കണ്ടെത്തി കോടതിയിൽ ഹാജരാക്കിയിരുന്നു. 51 പാവകളിൽ നിന്നും തന്നെ ഉപദ്രവിക്കാൻ പ്രതി ഉപയോഗിച്ച തടിപ്പാവ വിസ്താരവേളയിൽ പെൺകുട്ടി തിരിച്ചറിയുകയും ചെയ്തു. തിരുവനന്തപുരം. പ്രേതവും ബാധയുമൊക്കെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരാണോ നിങ്ങൾ? ഇത്തരം ചില സാങ്കല്പിക കഥകൾ കുട്ടികളെ മാത്രമല്ല മുതിർന്നവരെയും ഭയപ്പെടുത്താം. എന്നാൽ ഈ ആധുനിക കാലത്തെങ്കിലും ഇത് വെറും കെട്ടുകഥകളാണെന്ന് നമ്മൾ തിരിച്ചറിയണം കേട്ടോ. ഇല്ലെങ്കിൽ പല ചതിക്കുഴികളിലും വീഴാം. കൊല്ലം പുനലൂരിൽ 3 വർഷം മുൻപ് ബാധ ഒഴിപ്പിക്കാനെന്ന പേരിൽ 4 വയസ്സുകാരിയായ പെൺകുട്ടിയെ പീഡിപ്പിച്ച ഒരു സംഭവം ഉണ്ടായി. തമിഴ്നാട് നാഗപട്ടണം സ്വദേശി കലൈവാണൻ കാമരാജാണ് വീട്ടുകാരുടെ വിശ്വാസം മുതലെടുത്ത് കുട്ടിയെ ലൈംഗികമായും ശാരീരികമായും ഉപദ്രവിച്ചത്. ആ കേസിൽ പ്രതിക്ക് കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു. പ്രതി 5 ലക്ഷം രൂപ പിഴയും അടയ്ക്കണമെന്നാണ് ഉത്തരവ്. അമ്മയോടൊപ്പം കൊല്ലത്ത് വാടകയ്ക്ക് താമസിച്ചു വന്ന പെൺകുട്ടിയാണ് പീഡനത്തിനിരയായത്. 2023 മെയ്യിലായിരുന്നു സംഭവം. കുട്ടിയുടെ ദേഹത്ത് ബാധ കയറിയെന്ന് വിശ്വസിപ്പിച്ച്
ലൈംഗികമായി ഉപദ്രവിക്കുകയും ബെൽറ്റ് കൊണ്ട് അടിക്കുകയും സിഗരറ്റ് കുറ്റി കൊണ്ട് നെഞ്ചത്തും കാലിലും പൊള്ളലേൽപ്പിക്കുകയും ചെയ്തെന്നാണ് കേസ്. പോക്സോ, IPC, ബാലനീതി നിയമങ്ങൾ പ്രകാരമാണ് പോലീസ് കേസെടുത്തത്. പ്രതി കൊല്ലം വെസ്റ്റ് ലക്ഷ്മിനടയിൽ വാടകയ്ക്ക് താമസിക്കുന്ന തമിഴ്നാട് നാഗപട്ടണം സ്വദേശി കലൈവാണൻ കാമരാജിനെ ജീവപര്യന്തം തടവിനും 5 ലക്ഷം രൂപ പിഴയടയ്ക്കാനുമാണ് ശിക്ഷിച്ചത്. പുനലൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജി അരവിന്ദ് ബി ഇടയോടിയാണ് ശിക്ഷ വിധിച്ചത്. പിഴയൊടുക്കാത്ത പക്ഷം പ്രതി 3 വർഷം കൂടി കഠിനതടവ് അനുഭവിക്കണം. അതിജീവിതയായ കുട്ടിക്ക് മതിയായ നഷ്ടപരിഹാരം നൽകാൻ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിക്ക് കോടതി നിർദ്ദേശം നൽകി. കൊല്ലം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടറായിരുന്ന ഷെഫീഖാണ് കേസന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത്. SI സരിത, ASI ജയകുമാരി എന്നിവർ നടപടികൾ ഏകോപിപ്പിച്ചു. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ KP അജിത് കോടതിയിൽ ഹാജരായി. ന്യൂസ് 18 പുനലൂർ. മനസ്സിൽ സ്നേഹവും പ്രണയമൊക്കെ ഉള്ളവരാണ് നമ്മളിൽ പലരും. പ്രിയപ്പെട്ടവർക്കൊപ്പം ജീവിക്കാനും യാത്ര ചെയ്യാനും ഒന്നിച്ചിരിക്കാനും ഇഷ്ടപ്പെടുന്നവരാണ്. എന്നാൽ വിവാഹത്തിന് മുൻപ് ഒരാണും പെണ്ണും ഒന്നിച്ച് താമസിക്കുന്നതും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതും ശരിയാണോ? പരിഷ്കൃത സമൂഹത്തിൽ ഇതൊന്നും തെറ്റാണെന്ന് പറയാൻ കഴിയില്ല, അല്ലേ? എന്നാൽ എവിടെയാണ് അത് കുറ്റകരമാകുന്നത്? രണ്ടുപേരും തമ്മിലുള്ള ബന്ധത്തിൽ ഉലച്ചിൽ തട്ടുമ്പോൾ, പരസ്പരം ബന്ധം പിരിയാൻ തീരുമാനിച്ചാൽ പിന്നെ വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡനവും പരാതിയും കേസുമൊക്കെയാകും. കാസർഗോഡ് വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ച ഒരു കേസിലേക്കാണ്. ചീരാളി സ്വദേശിനിയുടെ പരാതിയിൽ കണ്ണൂർ സ്വദേശി യദുനന്ദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കാസർഗോഡ് വനിതാ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പാടി എടനീർ ചീരാളി സ്വദേശിനിയായ യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച കേസിലാണ് പ്രതി പിടിയിലായത്. കണ്ണൂർ ഇടയന്നൂർ പാലയോട് സ്വദേശി യദുനന്ദനാണ് പിടിയിലായത്. 2024 ഫെബ്രുവരി മുതൽ 2025 ഡിസംബർ വരെയുള്ള കാലയളവിൽ പീഡനം നടന്നതായാണ് പരാതി. പ്രതിയുടെ വീടിന് സമീപമുള്ള തോട്ടിൻകരയിലെ കാടിന്റെ മറവിലും തുടർന്ന് 2025 ഡിസംബർ വരെയുള്ള കാലയളവിൽ പരാതിക്കാരി താമസിക്കുന്ന വീട്ടിലെ കിടപ്പുമുറിയിൽ വെച്ചും യുവതിയുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി പ്രതി ലൈംഗികമായി പീഡിപ്പിച്ചതായാണ് കേസ്. കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം വനിതാ പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. കണ്ണൂർ താളിക്കാവ് മഞ്ഞപ്പാലത്ത് വെച്ചാണ് പ്രതി പിടിയിലായത്. കാസർഗോഡ് ASP അച്യുത് അശോക് IPSന്റെ നേതൃത്വത്തിൽ വനിതാ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ അജീതയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കാസർഗോഡ്. ഒരേ ദിവസം കാമുകന്റെയും പിന്നാലെ സഹായം വാഗ്ദാനം ചെയ്തെത്തിയ അപരിചിതന്റെയും പീഡനം. ഒടുവിൽ ആ 23-കാരിയെ അയാൾ 4 നില കെട്ടിടത്തിൽ നിന്നും താഴേക്ക് എറിഞ്ഞ് കൊലപ്പെടുത്തും. രാജ്യത്തെ നടുക്കിയ സംഭവം അരങ്ങേറിയത് ഒഡീഷയിലെ ഭുവനേശ്വറിലാണ്. തട്ടിക്കൊണ്ടുപോകൽ, പീഡനം, കൊലപാതകം എന്നീ കുറ്റങ്ങൾ ചുമത്തി 2 പ്രതികളെയും പോലീസ് അറസ്റ്റ് ചെയ്തു. വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് കൂട്ടിക്കൊണ്ടുപോയ കാമുകനാണ് ആദ്യം യുവതിയെ പീഡിപ്പിച്ചത്. പിന്നീട് സഹായത്തിനെത്തിയ യുവാവും. വീട്ടുകാരുടെ പരാതിയിലാണ് പീഡനത്തിൻ്റെയും കൊലപാതകത്തിൻ്റെയും ചുരുളഴിഞ്ഞത്. വിവാഹ വാഗ്ദാനം വിശ്വസിച്ച് കാമുകനോടൊപ്പം വീട് വിട്ടിറങ്ങിയതായിരുന്നു യുവതി. ഒരു ക്ഷേത്രത്തിൽ വെച്ച് കാണാമെന്നായിരുന്നു കാമുകൻ പറഞ്ഞിരുന്നത്. എന്നാൽ അവിടെ എത്തിയ യുവതിയെ ഇയാൾ വിജനമായ സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയും പീഡിപ്പിക്കുകയുമായിരുന്നു. തുടർന്ന് ബസ് സ്റ്റാൻഡിന് സമീപം ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു. സംഭവത്തിന് പിന്നാലെ ബസ് സ്റ്റാൻഡിൽ തനിച്ചു നിൽക്കുകയായിരുന്ന യുവതിക്ക് ബൈക്കിലെത്തിയ ജാർഖണ്ഡ് സ്വദേശി സഹായം വാഗ്ദാനം ചെയ്യുകയും പാരദ്വീപ് പട്ടണത്തിലെ വാടക വീട്ടിലേക്ക് കൊണ്ടുപോവുകയുമായിരുന്നു. യുവതിയെ വീടിന്റെ മട്ടുപ്പാവിലെത്തിച്ച് ഇയാൾ വീണ്ടും പീഡിപ്പിക്കുകയായിരുന്നുവെന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ അങ്കിത് കുമാർ പറഞ്ഞു. പീഡനത്തിന് ശേഷം പ്രതി യുവതിയെ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ടു. വീഴ്ചയുടെ ആഘാതത്തിൽ യുവതി മരിച്ചതായും പിറ്റേ ദിവസം രാവിലെയാണ് മൃതദേഹം കണ്ടെടുത്തതായും പോലീസ് പറയുന്നു.
കഴിഞ്ഞ 22-ന് വൈകുന്നേരം യുവതിയെ കാണാതായതിനെ തുടർന്ന് സഹോദരൻ പോലീസിൽ പരാതി നൽകിയിരുന്നു. മൃതദേഹം കണ്ടെത്തിയതിനെ തുടർന്ന് പിറ്റേന്ന് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്തു. തുടർന്ന് 25-ന് തന്റെ സഹോദരിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയെന്നാരോപിച്ച് സഹോദരൻ നൽകിയ മറ്റൊരു പരാതിയിലാണ് ക്രൂരമായ പീഡനങ്ങളുടെ വിവരം പുറത്തുവരുന്നത്. തട്ടിക്കൊണ്ടുപോകൽ, ബലാത്സംഗം, കൊലപാതകം എന്നിവയുൾപ്പെടെ ഭാരതീയ ന്യായ സംഹിതയിലെ വിവിധ വകുപ്പുകൾ പ്രകാരം കേസെടുത്താണ് 2 പ്രതികളെയും അറസ്റ്റ് ചെയ്തത്. കേസിൽ കൂടുതൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും പോലീസ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. തലസ്ഥാനത്തെ യുവാക്കൾക്ക് നൈറ്റ് ലൈഫ് ആസ്വദിക്കാൻ സർക്കാർ തുറന്നു നൽകിയതാണ് മാനവീയം വീഥി. ഇത് സംഗീതത്തിൻ്റെയും കൂട്ടായ്മയുടെയും ആഘോഷത്തിൻ്റെയും ഒക്കെ വേദിയായി മാറി. എന്നാൽ ഈ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യുന്ന ചില ആളുകളുമുണ്ട്. ഒരിടവേളയ്ക്ക് ശേഷം കഴിഞ്ഞ ദിവസം മാനവീയം വീഥിയിലുണ്ടായ അടിപിടി ഇതിന് ഉദാഹരണമാണ്. യുവതിയും ആൺസുഹൃത്തും തമ്മിൽ അടിപിടി നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ഇരുവരെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. ലഹരി ഉപയോഗിച്ച ശേഷം യുവാക്കൾ പരസ്പരം ഏറ്റുമുട്ടുന്നതും ഇവിടെ പതിവ് കാഴ്ചയാണ്. കഴിഞ്ഞ ദിവസം രാത്രി തിരുവനന്തപുരം മാനവീയം വീഥിയിൽ യുവതിയും ആൺസുഹൃത്തും തമ്മിൽ അടിപിടി കൂടുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇത്. നിരവധി പേർ നോക്കി നിൽക്കുമ്പോഴായിരുന്നു സംഭവം. തിരുവനന്തപുരം സ്വദേശിയും ഹോട്ടൽ ജീവനക്കാരിയുമായ യുവതിയും സുഹൃത്തും തമ്മിലാണ് സംഘർഷമുണ്ടായത്. യുവതി യുവാവിന്റെ മുകളിൽ കയറിയിരുന്നു മർദ്ദിക്കുന്നത് ദൃശ്യങ്ങളിലുണ്ട്. ഇരുവരും ലഹരിയിലായിരുന്നെന്നാണ് സൂചന. രണ്ടുപേരെയും പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എന്നാൽ തമാശയ്ക്ക് ചെയ്തതാണെന്നും പരാതിയില്ലെന്നുമാണ് ഇവർ നൽകിയ വിശദീകരണം. കൂടുതൽ നടപടികൾക്കായി പോലീസ് ഇരുവരെയും സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. ഒരിടവേളയ്ക്ക് ശേഷമാണ് മാനവീയം വീഥിയിൽ സംഘർഷമുണ്ടാകുന്നത്. മുമ്പ് ലഹരി ഉപയോഗിച്ച ശേഷം പലതവണ ഇവിടെ യുവാക്കൾ തല്ലുകൂടിയിരുന്നു. തുടർന്ന് പോലീസ് പട്രോളിംഗ് ശക്തമാക്കിയെങ്കിലും വേണ്ടത്ര കാര്യക്ഷമമല്ലെന്ന് ആക്ഷേപമുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. കൊച്ചി മറൈൻ ഡ്രൈവിന് സമീപം നവജാത ശിശുവിന്റെ മൃതദേഹം കായലിൽ കണ്ടെത്തിയ കേസിൽ അന്വേഷണം വഴിമുട്ടുകയാണ്. 3 ദിവസം കഴിഞ്ഞിട്ടും മരിച്ച കുഞ്ഞിനെ തിരിച്ചറിയാനോ എങ്ങനെയാണ് മൃതദേഹം ഇവിടെ എത്തിയതെന്നോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പോസ്റ്റ്മോർട്ടം നടപടികൾ വൈകുന്നതും പോലീസിന് തിരിച്ചടിയാകുന്നു. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പൂർണ്ണ വളർച്ചയെത്താതെ പ്രസവിച്ച പെൺകുഞ്ഞിൻ്റെ മൃതദേഹം കഴിഞ്ഞ ദിവസമാണ് കായലിൽ കണ്ടെത്തിയത്. പ്രസവത്തിന് ശേഷം കൊന്നു തള്ളിയതാണോ എന്നാണ് പോലീസ് അന്വേഷിക്കുന്നത്. എറണാകുളം മറൈൻ ഡ്രൈവിലെ മഴവിൽ പാലത്തിന്റെ സമീപത്തു നിന്ന് കണ്ടെത്തിയ കുട്ടിയുടെ മൃതദേഹം സംബന്ധിച്ച് അന്വേഷണം തുടരുകയാണ്. പൂർണ്ണ വളർച്ചയെത്താതെ പ്രസവിക്കപ്പെട്ട പെൺകുഞ്ഞിൻ്റെതാണ് മൃതദേഹം. കുട്ടിയുടെ തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്. മൃതദേഹത്തിന് 24 മണിക്കൂറിലധികം പഴക്കമുണ്ടെന്ന് പോലീസ് സ്ഥിരീകരിച്ചിരുന്നു. മൃതദേഹം കണ്ടെത്തിയ മറൈൻ ഡ്രൈവിന് സമീപത്തെ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ചും കായലിന് സമീപമുള്ള ദ്വീപുകൾ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം നടത്തിയിരുന്നു. എന്നാൽ കാര്യമായ സൂചനകളൊന്നും ലഭിച്ചില്ല. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വൈകുന്നേരത്തോടെയാണ് മറൈൻ ഡ്രൈവിന് സമീപമുള്ള കായലിൽ കുട്ടിയുടെ മൃതദേഹം കാണപ്പെട്ടത്. വാക്വേയിൽ നടക്കാനെത്തിയ പെൺകുട്ടികളാണ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന നിലയിൽ മൃതദേഹം കണ്ടത്. തുടർന്ന് സമീപത്തുണ്ടായിരുന്നവരെയും പോലീസിനെയും വിവരം അറിയിക്കുകയായിരുന്നു.
ന്യൂസ് 18 കൊച്ചി. നോമ്പ് കാലം എല്ലാ വിശ്വാസികളും നന്മകൾ ചെയ്യുന്ന സമയമാണല്ലേ. പാവപ്പെട്ട മനുഷ്യരെ സഹായിക്കാനും രോഗികൾക്ക് ചികിത്സാ സഹായം നൽകാനുമൊക്കെ എല്ലാവരും മുൻകൈയെടുക്കും. എന്നാൽ ഇങ്ങനെയുള്ള സുമനസ്സുകളെ ചൂഷണം ചെയ്യുന്ന ആളുകളെക്കുറിച്ചും അറിയണം. കൊല്ലം കുണ്ടറയിൽ നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്നും പുറത്തു വന്ന വിശ്വാസികളെ കബളിപ്പിച്ച് ക്യാൻസർ രോഗി എന്ന വ്യാജേന പണം പിരിച്ചെടുത്ത യുവാവ് പിടിയിലായി. സിനിമയെപ്പോലും വെല്ലുന്ന രീതിയിൽ ട്യൂബും കൃത്രിമ സപ്പോർട്ടുകളും ശരീരത്തിൽ ഒട്ടിച്ച് ഭിന്നശേഷിക്കാരനെന്ന വ്യാജേനയായിരുന്നു തട്ടിപ്പ്. ഇയാളെ നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചു. പ്രതിയിൽ നിന്ന് 2 സ്മാർട്ട് ഫോണുകളും ഹെഡ്സെറ്റും കണ്ടെടുത്തിട്ടുണ്ട്. രാത്രി 10 മണിയോടെ ഇളമ്പള്ളൂർ മുസ്ലിം ജമാഅത്ത് പള്ളിയിൽ നോമ്പ് നിസ്കാരം കഴിഞ്ഞ് പുറത്തുവരുന്ന വിശ്വാസികളിൽ നിന്ന് ഇയാൾ ആയിരക്കണക്കിന് രൂപ പിരിച്ചെടുത്തിരുന്നു. ക്യാൻസർ പേഷ്യന്റായ എന്നെ സഹായിക്കണമേ എന്ന ബോർഡും ഗൂഗിൾ പേ നമ്പറും QR കോഡും നെഞ്ചത്ത് തൂക്കിയിട്ടാണ് യാചന നടത്തിയിരുന്നത്. എല്ലാവരും മടങ്ങിയ ശേഷം ഇയാൾ യാതൊരു കുഴപ്പവുമില്ലാതെ നടക്കുന്നതും വായിലെ ട്യൂബ് നീക്കുന്നതും പള്ളിയിലെ ഉസ്താദിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇതോടെ കമ്മിറ്റി ഭാരവാഹികളെ വിളിച്ചുവരുത്തി പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. ഇവന്റെ ട്യൂബ് ഇട്ടിരിക്കുന്ന കാരണം നമുക്കൊരു മാനസിക ഇത്. അപ്പൊ ഇവര് സൂക്ഷ്മ പരിശോധന കാലില് പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്, ഇത് പാഡ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഈ 2 തരത്തിലും കാലിലൊരു കുഴപ്പമില്ല, യാതൊരു കുഴപ്പമില്ല. ഇവനൊരു ട്യൂബ് ഇട്ടിരിക്കുന്നു, വായിന്ന് ചോര വരുന്നു എന്ന് പറഞ്ഞു. ആ ട്യൂബ് ബഹുമാനപ്പെട്ട SI വലിച്ചെടുത്തപ്പോൾ അതിനകത്തൊന്നുമില്ല, ചുമ്മാതെ കടിച്ചു പിടിച്ചിരിക്കുന്ന ട്യൂബ്. അപ്പൊ അത്ര തരത്തിലേക്കുള്ള ഒരു ഇത് തട്ടിപ്പുകാരനെ കണ്ടപ്പോൾ നമുക്കത് നിയമപരത്തിന് കാണണം. കാര്യം ഈ വാക്യം നാളെ ഇത് ആവർത്തിക്കരുത്. പോലീസ് നടത്തിയ പരിശോധനയിൽ വായിലെ ട്യൂബ് വ്യാജമാണെന്നും കാലിൽ യാതൊരു പ്രശ്നവും ഇല്ലെന്നും കണ്ടെത്തി. ഇയാളുടെ ബാഗിൽ നിന്ന് 10,000-ലേറെ രൂപയും ഗൂഗിൾ പേ വഴി ഏകദേശം 12,000 രൂപയും ലഭിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയിൽ 50 മുതൽ 2,000 രൂപ വരെ പലരും പണം നൽകിയതായും വ്യക്തമായി. ഇയാളുടെ പുതിയ വാഹനത്തിൽ ഞാൻ ക്യാൻസർ രോഗിയാണെന്നും എന്നെ ഉപദ്രവിക്കരുതെന്ന സ്റ്റിക്കറും ഭിന്നശേഷിക്കാരുടെ ചിഹ്നവും പതിപ്പിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് പരിശോധനയിൽ ഇയാളെ തടയാറില്ലായിരുന്നു. ഏതാനും ദിവസം മുമ്പ് MVD പരിശോധനയിൽ ഹെൽമറ്റിന് പിഴ ഒഴിവാക്കിയെന്നും ഉദ്യോഗസ്ഥർ പിരിവിട്ട് 1,000-ലേറെ രൂപയുടെ ഹെൽമറ്റ് വാങ്ങി നൽകിയതായും പ്രതി മൊഴി നൽകിയതായി പോലീസ് പറഞ്ഞു. ഇയാളുടെ കൈവശം ക്യാൻസർ രോഗവുമായി ബന്ധപ്പെട്ട യാതൊരു രേഖകളും കണ്ടെത്താനായിട്ടില്ല. മറിച്ച് 2 ആൻഡ്രോയിഡ് ഫോണുകളും ഹെഡ്സെറ്റും കണ്ടെടുത്തു. ഫോണിലെ കോൺടാക്ട് നമ്പറുകളിൽ വിളിച്ചപ്പോൾ പലരും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തതായും പോലീസ് അറിയിച്ചു. പ്രതി ഏറെക്കാലമായി തട്ടിപ്പ് തുടർന്നു വരികയായിരുന്നെന്നാണ് സൂചന. ന്യൂസ് 18 കൊല്ലം. പകൽ സമയം ആണുങ്ങൾ ജോലിക്ക് പോകുമ്പോൾ വീട്ടിൽ തനിച്ചുള്ള സ്ത്രീകളുടെ ശ്രദ്ധയ്ക്ക് സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞ് പരമാവധി പുറത്തിറങ്ങരുത്. വീടെപ്പോഴും പൂട്ടിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. പാലക്കാട് തൃത്താലയിൽ പട്ടാപ്പകൽ വീട്ടിൽ കയറി കവർച്ച നടത്തിയ സംഭവം ഞെട്ടിപ്പിക്കുന്നതാണ്. തൃത്താല ഞാങ്ങാട്ടീരിയിലാണ് വീട്ടമ്മയുടെ മുഖത്ത് മുളകുപൊടി വിതറി മാല പൊട്ടിച്ചത്. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന പണവും കവർന്നു. 2 അംഗ സംഘമാണ് കവർച്ചയ്ക്ക് പിന്നിലെന്നാണ് സൂചന. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പട്ടാമ്പി തൃത്താല പ്രധാന പാതയിൽ ഞാങ്ങാട്ടിരി ബിവറേജസ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റിന്റെ മുന്നിലുള്ള വീട്ടിലാണ് മോഷണം നടന്നത്. രാവിലെ 10:40ഓടെയാണ് സംഭവം. കാട്ടുപറമ്പിൽ റസാക്കിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത്. തൃശൂർ സ്വദേശികളായ ഇവർ 5 വർഷമായി ഇവിടെ വാടകയ്ക്ക് താമസിക്കുകയാണ്. റസാക്കിന്റെ ഭാര്യ സൽമത്തിന്റെ സ്വർണ്ണമാലയാണ് പൊട്ടിച്ചത്. വീടിന് പിന്നിൽ തുണി അലക്കിക്കൊണ്ടിരുന്ന സമയം ഒരാൾ പറമ്പിലൂടെ വന്ന് സൽമത്തിന്റെ വായിൽ തുണി തിരുകുകയും മുഖത്ത് മുളകുപൊടി വിതറുകയും ചെയ്തു. തുടർന്ന് മാല പൊട്ടിച്ച് കടന്നുകളയുകയായിരുന്നു. ഈ സമയം മറ്റൊരാൾ വീടിന് മുന്നിലെ വാതിലിലൂടെ അകത്ത് കയറി അലമാരയിലുണ്ടായിരുന്ന 7 ലക്ഷത്തോളം രൂപ മോഷ്ടിച്ചതായും വീട്ടുകാർ പറയുന്നു. പണമെടുത്ത ശേഷം ബാഗ് പറമ്പിൽ ഉപേക്ഷിച്ചു. സംഭവത്തിൽ നേരിയ പരിക്കേറ്റ സൽമത്തിന് പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകി. ഓടി കെട്ടി ഞാൻ അങ്ങോട്ട് ഓടി ചെല്ലുമ്പോൾ വൈഫ് വീണെടുക്കുക. മേലേക്ക് നിറച്ച് മുളക് പൊടിയുണ്ട്. ഞാൻ അടുത്ത് പൊന്തിച്ചേക്ക് പറഞ്ഞത് വീടിൻ്റെ ഉള്ളിലേക്ക് ഒരാൾ കയറിയിട്ടുണ്ട്, അതിൽ ഓടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വൈഫിനെ അവിടെ ഇരുത്തിയിട്ട് ഞാൻ വീടിൻ്റെ ഉള്ളിലേക്ക് ഓടി വരുമ്പോഴേക്കും ആളെ കാണാനില്ല. അപ്പോൾ അലമാരയൊക്കെ തുറന്നെടുക്കുന്നു. ബെഡ്റൂമിൽ വന്ന് നോക്കിയപ്പോൾ അലമാരകൾ തുറന്നെടുക്കുന്നു.
ബാഗ് കാണാനുമില്ല. അങ്ങനെ പുറത്ത് വന്ന് നോക്കിയപ്പോൾ ബാഗ് സൈഡിൽ കിടക്കുന്നുണ്ട്. അപ്പോഴാണ് വൈഫ് പറഞ്ഞ ഒരാൾ വന്നിട്ട് കണ്ണിലേക്ക് മണക്ക് പൊടി എറിഞ്ഞ് വായിൽ തുണി തിരികി കഴുത്തിൽ നിന്ന് മാല പൊട്ടിച്ചു. 2 പേരടങ്ങിയ സംഘമാണ് വന്നതെന്നാണ് വീട്ടുകാർ പറയുന്നത്. ഇവർ മലയാളമാണ് സംസാരിച്ചതെന്നും പറയുന്നു. മുളകുപൊടി കൊണ്ടുവന്ന കവർ വീട്ടുപറമ്പിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. തൃശൂർ സ്വദേശിയായ റസാഖ് പട്ടാമ്പിയിൽ ധനകാര്യ സ്ഥാപനം നടത്തുകയാണ്. ബിവറേജസ് കോർപ്പറേഷൻ ഉള്ളതിനാൽ ഏതു സമയവും ഏറെ തിരക്കുള്ള സ്ഥലമാണിത്. എന്നാൽ ഡ്രൈഡേ കാരണം ബിവറേജസ് അവധിയായതിനാൽ പ്രദേശത്ത് ആളുകൾ ഉണ്ടായിരുന്നില്ല. സംഭവത്തിൽ ഷൊർണൂർ ഡിവൈഎസ്പി സജു കെ എബ്രഹാം, തൃത്താല SHO പ്രതാപൻ, സബ് ഇൻസ്പെക്ടർ ജെഫിൻ, ഡിവൈഎസ്പിയുടെ സ്ക്വാഡ് അംഗങ്ങൾ തുടങ്ങിയവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 പട്ടാമ്പി. കൊല്ലം കൊട്ടിയത്ത് നാട്ടുകാരുടെ വെള്ളം കുടി മുട്ടിക്കുന്ന മോഷ്ടാക്കളുണ്ട്. വീടുകളിലെ മോട്ടറുകൾ മോഷ്ടിക്കുന്നതാണ് ഇവരുടെ പ്രധാന പണി. വർക്കല സ്വദേശി അജ്മലും ഉമയനല്ലൂർ സ്വദേശി വൈഷ്ണവും നിരവധി വീടുകളിൽ നിന്ന് മോട്ടോർ മോഷ്ടിച്ചിട്ടുണ്ട്. പിന്നീട് ഇത് മറിച്ചു വിൽക്കുന്നതാണ് രീതി. കഴിഞ്ഞ ദിവസം ഉമയനല്ലൂരിലെ ഫെഡറൽ ബാങ്കിന് സമീപമുള്ള ഗോഡൌണിൽ നിന്ന് 5 മോട്ടറുകളാണ് കവർന്നത്. സംഭവത്തിന് ശേഷം രക്ഷപ്പെടാൻ ശ്രമിച്ച 2 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവരുടെ കൂട്ടാളികളെ കേന്ദ്രീകരിച്ചും അന്വേഷണം ഊർജിതമാണ്. വർക്കല കാപ്പിൽ സ്വദേശി അജ്മൽ, ഉമയനല്ലൂർ സ്വദേശി വൈഷ്ണവ് എന്നിവരെയാണ് കൊട്ടിയം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഉമയനല്ലൂർ ഫെഡറൽ ബാങ്കിന് സമീപം അജ്മലിന്റെ ഗോഡൌണിൽ നിന്നും 5 മോട്ടോറുകൾ പ്രതികൾ മോഷ്ടിച്ചു കടത്തുകയായിരുന്നു. കയറിയ പ്രതികൾ ഉടമ അജ്മൽ എത്തുന്നതറിഞ്ഞ് ഓടി രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ 2 മോട്ടോറുകൾ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. മുൻപ് ഇവിടെ നിന്ന് 5 മോട്ടോറുകൾ മോഷണം പോയിരുന്നു. സംഭവത്തിൽ അജ്മൽ കൊട്ടിയം പോലീസിൽ പരാതി നൽകിയെങ്കിലും പ്രതികളെ കണ്ടെത്താനായിരുന്നില്ല. രാത്രി 9 മണിയോടെ ഗോഡൌണിനടുത്തുള്ള ഒരു വീട്ടിൽ ഒളിച്ചിരുന്ന പ്രതികളെ നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറി. കൊട്ടിയം SHO അജിത് കുമാറിന്റെ നിർദ്ദേശപ്രകാരം SI നിതിൻ നളൻ, സൗരവ് കൃഷ്ണ, CPO ഷമീർ എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ഇവർ മുമ്പ് നടത്തിയിട്ടുള്ള മോഷണങ്ങൾ സംബന്ധിച്ച് പോലീസ് അന്വേഷണം നടത്തിവരുന്നു. കൊട്ടിയം, മയ്യനാട്, മുഖത്തല മേഖലകളിൽ ആളൊഴിഞ്ഞ വീടുകളിൽ നിന്നുള്ള മോട്ടോർ മോഷണങ്ങളുമായി ഇവർക്ക് ബന്ധമുണ്ടോയെന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. കൂട്ടാളികൾ ഉണ്ടോയെന്നും പരിശോധന തുടരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊട്ടാരക്കര. കേരളത്തിലേക്ക് അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യാപകമായി ലഹരി എത്തിക്കുന്നുണ്ട്. ഓരോ ജില്ലകൾ കേന്ദ്രീകരിച്ചും നിരവധി മയക്കുമരുന്ന് മാഫിയ സംഘങ്ങളാണ് പ്രവർത്തിക്കുന്നത്. ഇതോടെ ഇവരെ പിടികൂടാൻ പോലീസും എക്സൈസും വ്യാപക പരിശോധനയും നടത്തുന്നത് കാണാം. കാസർഗോഡ് പോലീസ് നടത്തിയ പരിശോധനയിൽ 4 കിലോയോളം കഞ്ചാവുമായി ഒരാൾ പിടിയിലായിരുന്നു. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസിന്റെ പരിശോധന. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അതിർത്തി ജില്ലയായ കാസർഗോഡ് പോലീസ് പരിശോധന ശക്തമാക്കി. ഇതിന്റെ ഭാഗമായുള്ള പ്രത്യേക പരിശോധനയിലാണ് 4 കിലോയോളം കഞ്ചാവുമായി ഒരാൾ പിടിയിലായത്. ഉത്തർപ്രദേശ് സ്വദേശിയും കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ചൌക്കിയിൽ വാടക ക്വാർട്ടേഴ്സിൽ താമസക്കാരനുമായ സുനിൽ പ്രസാദാണ് പിടിയിലായത്. ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും കാസർഗോഡ് പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിൽ പ്രതിയുടെ കൈവശമുണ്ടായിരുന്ന ബാഗിൽ കവറുകളിൽ സൂക്ഷിച്ച നിലയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. ASP അച്യുത് അശോകിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ സമർത്ഥമായി പിടികൂടിയത്. ന്യൂസ് 18 കാസർഗോഡ്.
നിങ്ങളെപ്പോഴും പൊട്ടിത്തെറിക്കുന്നവരാണോ? നിസ്സാര കാരണത്തിന് ദേഷ്യപ്പെടുന്നവരാണോ? പല ബന്ധങ്ങളും തകരാനുള്ള പ്രധാന കാരണവും ഈ ദേഷ്യം തന്നെയായിരിക്കും. സ്നേഹമുള്ളിടത്തെ പരിഭവവും വഴക്കും ഒക്കെ ഉണ്ടാകുകയുള്ളൂവെന്ന് പറയാറുണ്ട്. നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ജീവിത പങ്കാളിയോ ആരുമായിക്കോട്ടെ, തമ്മിൽ വഴക്കിടുമ്പോൾ ഉണ്ടാകുന്ന ദേഷ്യത്തിൽ നാം അവരെ കുറ്റപ്പെടുത്തുകയും വായിൽ തോന്നുന്നതെല്ലാം വിളിച്ചു പറയുകയും ചെയ്യും. പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യത്തെ പ്രതി ആക്രോശിക്കുകയും കയ്യിൽ കിട്ടുന്നതെല്ലാം വലിച്ചൊറിയുകയും ചെയ്യുന്നവരുണ്ട്. എന്നാൽ പിന്നീട് അതെല്ലാം ഓർത്ത് വിഷമിക്കുകയും അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ലെന്ന് ചിന്തിക്കുകയും ചെയ്യുന്നവരാണ് ഭൂരിഭാഗം ആളുകളും. എന്താണ് നമ്മുടെ ഈ സ്വഭാവത്തിന് കാരണമെന്ന് ഇടയ്ക്കൊന്ന് പരിശോധിക്കണം. ഞാനെന്ന ഭാവമാണ് നമ്മളെ ഇങ്ങനെ ദേഷ്യക്കാരാക്കി മാറ്റുന്നത്. ഒന്നില്ലെങ്കിൽ ആ മനോഭാവം മാറണം, എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയണം. ഇനി അറിയാതെ ദേഷ്യപ്പെട്ടെന്ന് കരുതുക, അപ്പോൾ തന്നെ അവരോടൊന്ന് ക്ഷമ ചോദിക്കണം കേട്ടോ, ഒന്ന് ചേർത്ത് പിടിക്കണം. ദേഷ്യം വരുന്നത് മാനുഷികവും സ്വാഭാവികമായ ഒന്നാണ്. എന്നാൽ അതിനെ സ്വയം നിയന്ത്രിച്ചു നിർത്താൻ കഴിയുന്നിടത്ത് ഒരാൾക്ക് പരസ്പരം സ്നേഹവും സന്തോഷവും ഒക്കെ പകർന്നു നൽകാൻ കഴിയും. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.